വ്യവസായി CJ റോയിയുടെ പൊതുദർശനം കർണാടക ബനാർഘട്ടയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആഡംബര റിസോർട്ടിൽ തുടരുകയാണ്. സംസ്കാരം വൈകിട്ട് 4 മണിക്കാണ് നടക്കുന്നത്. അതേസമയം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ഉന്നയിച്ച ആരോപണം തള്ളുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. റോയ് മരിക്കുന്നതിന് മുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തില്ലെന്നാണ് കണ്ടെത്തൽ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ലെന്ന IT വകുപ്പ് വാദവും പോലീസ് ശരിവെക്കുകയാണ്. ഇപ്പോൾ വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊച്ചി ഹോളിഡേ ഇന്നിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പും അറിയിച്ചിട്ടുണ്ട്. അബ്ദുൾ റഹീമാണ് ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത്. അബ്ദുൾ റഹീം, ആദ്യം തന്നെ ഈ പൊതുദർശനത്തിന്റെ കാര്യത്തിലേക്ക് പോയാൽ അത് ഇപ്പോഴും അവിടെ തുടരുകയാണോ പൊതുദർശനം? തീർച്ചയായും വൈകിട്ട് 4 മണിക്ക് ആണ് സംസ്കാരം എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എല്ലാ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ. ഇപ്പോൾ അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ പൊതുദർശനം ഇപ്പോൾ ബനാർഘട്ടയിലുള്ള അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ഇവിടെയുണ്ട്. കാരണം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം അടക്കം നടന്ന ശിവാജി നഗറിലെ ബൗറിംഗ് ആശുപത്രിയിലായിരുന്നു മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ 8:30 മൃതദേഹം ബനാർഘട്ടയിലുള്ള അദ്ദേഹത്തിന്റെ നേച്ചർ റിസോർട്ടിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. 10 മണിയോടുകൂടി ആരംഭിച്ച പൊതുദർശനം ഏകദേശം 2 മണി വരെ നീളും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ അതിനുശേഷം 2 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ അന്ത്യ ശുശ്രൂഷകൾക്കായി മൃതദേഹം ഇവിടെ നിന്ന് സെന്റ് ഹൗസ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തി അന്ത്യകർമ്മ ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ, അതായത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ നേച്ചർ റിസോർട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അബ്ദുൾ റഹീം, മറ്റൊരു കാര്യം, ഈ കുടുംബം IT ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അവരുടെ വലിയ മാനസിക സമ്മർദ്ദം റോയിൽ അവർ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള ആരോപണം, അത് പ്രത്യേക അന്വേഷണ സംഘം SIT ഇപ്പോൾ തള്ളുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് അത്തരം ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? അപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ഏത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീർപ്പിലേക്ക് പ്രത്യേക SIT നിലവിലെത്തുന്നത്? അന്ന് ചോദ്യം ചെയ്തില്ല എന്നതിൽ ഉപരി, പക്ഷേ നമുക്കറിയാം ഡിസംബർ മുതലുള്ള ഈ റെയ്ഡുമായി ഈ IT ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ദിവസം മാത്രം ചോദ്യം ചെയ്തില്ല, ഞങ്ങൾ രേഖകൾ ശേഖരിക്കാൻ മാത്രമാണ് അവിടെ എത്തിയതെന്ന IT വകുപ്പിന്റെ വിശദീകരണവുമായി മാത്രം ഇത്തരം ഒരു തീർപ്പിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതും കൂടെ ഒരു ചോദ്യമായി ഉയരുന്നില്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നിലവിൽ ഇന്നലെ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച റോയിയുടെ ഓഫീസിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും അദ്ദേഹത്തെ അവിടെ വെച്ച് ഇവർ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയും അതാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതുമായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. ആ ഒരു ആരോപണത്തിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ആരോപണങ്ങളെ തള്ളുന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളത് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കർണാടക സർക്കാർ, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും അതുപോലെ തന്നെ G. പരമേശ്വരയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നത്. ഇതിന്റെ ഭാഗമായി ഈ സംഘത്തിലുണ്ടായിരുന്ന 2 DCPമാർ ഈ സംഭവം നടന്ന ഹൊസൂർ റോഡിലുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തുകയും അവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് പിടിച്ചെടുത്ത ചില CCTV ദൃശ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള, അതായത് ഈ കുടുംബത്തിന്റെ ആരോപണം തള്ളുന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ ഉണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ പോലീസ് പറയുന്നത് ഈ കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് സംഘം അവിടെ എത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല, കൂടാതെ റെയ്ഡോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള CCTV ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആദായ നികുതി വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം റോയിലേക്ക് ചെലുത്തിയിട്ടില്ല എന്ന് പറയുന്നത്. ഏതായാലും ആ വിഷയത്തിൽ പിന്നെ എന്താണ് റോയിയെ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിൽ SIT ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൂടാതെ കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ചില ഓഫീസുകളിലും മറ്റും ആദായ നികുതി വകുപ്പിന്റെ മാത്രമല്ല EDയുടെ ഒക്കെ പരിശോധനകൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് രേഖകളും മറ്റും പിടിച്ചെടുത്തിരുന്നു. അതായത് പ്രധാനമായും ഈ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ചില രേഖകളാണ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അന്വേഷണം ഇത്ര സമയത്ത്, അതായത് ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കണം എന്നൊരു ഇതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടിച്ചെടുത്ത രേഖയുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പിന് വേണ്ടി ചില ഒപ്പുകൾ ശേഖരിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ്. ആ സമയത്ത് വളരെ സൗഹൃദപരമായാണ് റോയിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടത് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ഒരു ഫയലുകൾ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോവുകയും അവിടെ എത്തി അദ്ദേഹം ജീവൻ വെടിയുകയുമായിരുന്നു. അപ്പൊ അങ്ങനെ
ഒരു സമ്മർദ്ദം ഇവരുടെ ഭാഗത്ത് ഇൻകം ടാക്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അതെ, അത് മരണത്തിലേക്ക് തന്നെയാണ് നടന്ന് ചോദ്യം. പിന്നെ എന്താണ് ജീവനെടുക്കാനുള്ള കാരണം? അദ്ദേഹം സ്വയം നഷ്ടപ്പെടുത്തുവാനുള്ള കാരണം എന്താണ്? ഈ കടുങ്കയിലേക്ക് കടക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്.